Waiter, one last. Sir. കിളവൻ കുടിച്ച് ചാവും. Enjoying yourself, sir? Of course. By the way, she is in love with your car. Huh? Really? Take it. How much, sir? Ask her. She says 20. Sold. Thank you. She will send the check tomorrow. Amani, let's go. ഇന്ന് നേരത്തെ അല്ലേ? നല്ല പ്രോഗ്രാം വല്ലതും ഉണ്ടോ നോക്കാം. വരൂ. ബോറ് പ്രോഗ്രാം. ഏതായാലും ഒരു കോൾ അടിച്ചു. ആ ലാലിന്റെ കാർ കൊടുത്താൽ ഇപ്പൊ ഒരു 40,000 രൂപ കിട്ടും. എനിക്ക് ആ കാറിനോട് പ്രേമാന്ന് മണിയേട്ടൻ അയാളോട് കളവ് പറഞ്ഞ് അത് വാങ്ങി. എന്തിനാ ഇങ്ങനെ കളവ് പറയണേ? ആ അതല്ലേ അടവ്. നിന്റെ ഈ മുഖം നോക്കി സൂചിച്ചതിന് അവന് എന്റെ പിഴ 20,000. 1000, 10,000, 20,000 ഈ കണക്കിന് മണിയേട്ടൻ എന്നെ വിറ്റ് ഒരു വിമാനവും വാങ്ങും. വാങ്ങും. ഇനിയും ചിലതൊക്കെ നമ്മൾ വാങ്ങും കുട്ടി. എനിക്കൊന്നിനും ഇനി പൂതിയില്ല മണിയേട്ടാ. തപ്പി നോക്ക്. മനസ്സിന്റെ അടിയിലെങ്ങാനും വല്ലതും പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഈയിടെ കുറെ ഏറെ തപ്പി. അച്ഛനെവിടെ? ഓ, കഞ്ഞിയും കൊണ്ട് വന്നതാവാം. അയ്യപ്പന് കഞ്ഞി എന്തിനാ? പോയിരിക്കല്ലോ കള്ളടിക്കാൻ. പാതിരാത്രിക്കാണ് എന്നും വരിക. വയസ്സായില്ലേ? വഴിയിൽ എവിടെങ്കിലും വീണാ? കല്ലേയും മാലയല്ല ജാതി വ്യത്യാസം ഉണ്ടാക്കിയത്, കള്ളും വൃത്തിയില്ലായ്മയുമാണ്. ആ ഇനിയിപ്പോ ഇവരെ ഒന്നും മാറ്റാൻ കഴിയില്ല. ഒന്ന് കഴിയും. നമ്മുടെ കുട്ടികളെ ഇനി നേരെ വളർത്താം. എന്റെയും നിന്റെയും നമ്മുടെ. അവർക്ക് 3 ആൾക്കും ജാതി ഉണ്ടാവില്ല. നിനക്കൊരാണ്, എനിക്കൊരു പെണ്ണ്. ഈ 2 വികൃതികൾക്കും കൂടി 3ാമതൊന്ന്. എന്താ? എനിക്ക് പേടിയാവണം. എന്നാ 2 മതി. അതല്ല, പിന്നെ മോഹിക്കുമ്പോ പേടി. ഏറെ മോഹിച്ചിട്ട് ധൈര്യമില്ലാത്ത മണങ്ങൂസേ, എനിക്ക് നല്ല ഊശിരി തോന്നുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരുപാട് ബെതച്ചും കൊയ്തും കൂട്ടും. ഉണങ്ങിയും മുങ്ങിയും പോയാലോന്ന പേടി. മണങ്ങൂസേ, കഞ്ഞിയിൽ ഉണങ്ങിയാൽ ഉണങ്ങട്ടെ, തുലാവർഷം വരില്ലേ, പിന്നെന്തിനാ പേടി? അല്ല, ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കട്ടെ. അയ്യോ വേണ്ട. നിനക്ക് വേദനിച്ചോ? നമ്മുടെ എല്ലാ മുട്ടും തീർന്നു. നീയും നിന്റെ ഒരു നിലവിളക്കും. സമയം വളരെ വൈകി. വേഗം പോയി ഡ്രസ് ചെയ്ത് വരൂ. മണിയേട്ടാ, ഏറെ ദിവസമായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. മനസ്സിന്
വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ലാലും ഘോഷും ഒക്കെ വരുന്ന പാർട്ടിക്ക് അരയും മാറും മറയ്ക്കാത്ത വേഷവും കെട്ടിച്ച് എന്നെ കൊണ്ടുപോകരുത്. എനിക്ക് വയ്യ. തൊട്ടാവാടി തൊട്ടാവാടി തന്നെ. തൊടിയിക്കണ്ട. ആരെ കൊണ്ടെന്നാ പറഞ്ഞേ? ആരെപ്പ തൊട്ടത്? തൊട്ടതല്ലേ. ഇങ്ങനെ പോയാൽ പലരും ചവിട്ടിയും വരും. ഞാൻ എത്ര പറഞ്ഞു, എത്ര പഠിപ്പിച്ചു, എന്നിട്ട് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്റെ കഷ്ടകാലം. മനസ്സിലാവുന്നുണ്ട്. മണിയേട്ടനാ മനസ്സിലാവാത്തത്. എന്ത്? പാർട്ടിക്ക് വന്നാൽ ആരെങ്കിലും ഒക്കെ മിണ്ടിയില്ലാന്നൊന്നും വരില്ല നിന്നോട്. ഞാൻ വരില്ല. മണിയേട്ടനല്ലാതെ എന്നോട് ആരും കൊഞ്ചണ്ട. എന്റെ മുഖം കണ്ട് ഭ്രമിച്ചിട്ട് എനിക്ക് ആരും ഒന്നും തരികയും വേണ്ട. കാര്യം കാണാൻ. അല്ലെങ്കിൽ എന്തിനാ പറയണേ? ആടം തെറിഞ്ഞു അങ്ങാടി വാണിഭം. ആടിനോട് ചോദിച്ചാലല്ലേ അറിയൂ എന്ത് കാര്യ ഇനി കാണാനുള്ളത്. എനിക്ക് ഈ കമ്പനിയുടെ ഉടമസ്ഥനാവണം. അത്രേ വേണ്ടു. ഹാവു, ഒരു പരിധി കിട്ടിയല്ലോ ഈശ്വര. നമ്മുടെ കുട്ടികൾ ഈ കമ്പനിയുടെ ഉടമസ്ഥരായിരിക്കണം. വേണ്ട വേണ്ട വേണ്ട, ആവണ്ട. എങ്കിൽ വേണ്ട. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നമുക്ക് ഈ നാടകം നിർത്താം. നിന്റെ സന്തോഷത്തിനല്ലാതെ ഞാനിനി ഒന്നും ആഗ്രഹിക്കില്ല. തീർച്ച. പോരെ? ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഇന്ന് ഈ പാർട്ടിക്ക് പോകണ്ടെങ്കിൽ പോണ്ട. കമ്പനിയുടെ പിറന്നാൾ ആഘോഷം. ഉടമസ്ഥൻ സുന്ദർ പോലും നേരത്തെ വരും. പോയില്ലെങ്കിൽ നന്നല്ല. എന്നാലും വേണ്ട, നിന്റെ ഇഷ്ടം. കോട്ടയക്കണ്ട. പോവാം. മണിയേട്ടനെ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു മനസമാധാനവും എനിക്ക് വേണ്ട. ഹലോ. ഹലോ. Amani? Mr. Sundar. Glad to meet you. He owns our company. Be seated. Do you drink, Mrs. Naik? No. New to city life and a bit shy. We are happy that way? Sure. That is the way. As far as I am concerned, treat me as a brother, Mrs. Naik. I don't like charming girls drinking. How about you? No, I will take at the bar. Excuse me. right. You like city? Not at all. I would like to be... In Kerala? Yes. But... That is easy. You want me to transfer Miss Nair to Cochin? Sorry. I don't know anything. My husband... So, the Cochin branch becomes your baby, Miss Nair. Hold it. But we'll be missing you. Of course not. What do you think of my taste, Miss Nair?